പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു അധികാരത്തിലേറിയാൽ സ്ത്രീകൾക്ക് സൗജന്യമായി KSRTCകളിൽ യാത്ര അനുവദിക്കും എന്നുള്ളത്. സർക്കാർ അധികാരത്തിലേറി ആദ്യം തന്നെ നടപ്പിലാക്കിയ ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒന്നായി അത് മാറുകയും ചെയ്തു. പ്രിയദർശിനി എന്ന പേരിൽ ആരംഭിച്ച സൗജന്യ യാത്ര ഇന്ന് 1 മാസം പിന്നിടുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ആണ് പ്രിയദർശിനി യാത്രകൾ എത്രത്തോളം സ്ത്രീകൾക്ക് പ്രയോജനം ചെയ്തിട്ടുണ്ട്, സർക്കാർ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു സ്വീകാര്യത ഈ യാത്രകൾക്ക് ലഭിക്കുന്നുണ്ടോ, നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ്. അതായത് സർവീസ് ആരംഭിച്ചിട്ട് ഇന്ന് 1 മാസം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസം, അതായത് ജൂൺ 15 മുതൽ ആണ് KSRTCയിൽ സൗജന്യ യാത്ര ആരംഭിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇന്നിപ്പോൾ 1 മാസം പൂർത്തിയായിരിക്കുന്നു. 1 മാസം പൂർത്തിയാകുമ്പോൾ KSRTC ഏതെങ്കിലും തരത്തിലുള്ള ഔദ്യോഗികമായ കണക്കുകൾ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല എന്നത് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കട്ടെ. അതായത് എത്ര വനിതകൾ ഇതിനോടകം സൗജന്യമായി യാത്ര ചെയ്തു, എത്ര രൂപയുടെ ടിക്കറ്റുകൾ ആണ് വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളത്, ആ ടിക്കറ്റുകൾ ഉണ്ടാക്കുന്ന ബാധ്യത എത്രയാണ്, എത്ര സർവീസുകൾ ഇപ്പോൾ സൗജന്യമായി നടത്തുന്നുണ്ട്, എത്ര കിലോമീറ്റർ, ഇത്തരം കാര്യങ്ങളിൽ KSRTCയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായൊരു കണക്ക് പുറത്തു വരും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. എന്ന് തന്നെയാണെങ്കിലും സംസ്ഥാനത്ത് 3125 ഓർഡിനറി ബസ്സുകളിൽ ആണ് ഈ സൗജന്യ യാത്ര നടപ്പിലാക്കിയിട്ടുള്ളത്. സൗജന്യ യാത്ര എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു. ഇത് എല്ലാ ബസ്സുകളിലും ലഭിക്കുമോ, സിറ്റി സർവീസുകളിൽ മാത്രമാകുമോ, ഇതിന് ദൂര ദൈർഘ്യം സംബന്ധിച്ച് പരിമിതികൾ ഉണ്ടാകുമോ, ഫാസ്റ്റ് പാസഞ്ചർ ഉൾപ്പെടെയുള്ള മറ്റ് അതിവേഗ KSRTC വാഹനങ്ങളിൽ സാധ്യമാകുമോ, അതിൽ ഒരു ക്ലാരിറ്റി വന്നിരുന്നു. പിന്നീട് 3125 ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് വനിതകൾക്ക് സൗജന്യ യാത്ര നൽകിയത്. ഇനി ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ കഴിഞ്ഞ ബജറ്റ് അവതരിപ്പിച്ചു. അത് ധനമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി തന്നെയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ഈ പദ്ധതിക്ക് വേണ്ടി 600 കോടി രൂപ ആണ് ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത്. ഈ തുക പ്രേക്ഷകർ ഒന്ന് നോട്ടീസ് ചെയ്യപ്പെടേണ്ട തുക തന്നെയാണ്. കാരണം നമുക്ക് മറ്റു ചില കണക്കുകളിലേക്ക് വരുമ്പോഴാണ് ഈ 600 കോടി രൂപ, അതൊരു സാമ്പത്തിക വർഷം ആണല്ലോ ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്, അത് തികയുമോ എന്ന ഒരു സംശയമുണ്ട്. നമുക്കെന്തായാലും മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഏകദേശ കണക്കുകൾ ഇപ്രകാരമാണ്. അതായത് സംസ്ഥാനത്ത് കഴിഞ്ഞ 1 മാസത്തിനിടെ 2.5 കോടിയിലധികം സൗജന്യ ടിക്കറ്റുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 2.5 കോടി യാത്രകൾ വനിതകൾ 1 മാസത്തിനകം കേരളത്തിൽ 3000-ലധികം വരുന്ന ഓർഡിനറി ബസ്സുകളിലൂടെ നടത്തിയിരിക്കുന്നു എന്നതാണ് ഏകദേശ കണക്കുകൾ. ഇവിടെ ആവർത്തിച്ച് പറയുന്നു, ഔദ്യോഗികമായ കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ മാത്രമായിരിക്കും ഈ കണക്ക് ശരിയോ തെറ്റോ എന്ന് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇപ്പോൾ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം ഒരു ദിവസം ഏതാണ്ട് 8 ലക്ഷം മുതൽ 11 ലക്ഷം വരെ സ്ത്രീകൾ സൗജന്യ യാത്രയുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതും നമുക്ക് ആധികാരികമായ ഒരു രേഖയല്ല. മാത്രവുമല്ല, ഓരോ ദിവസങ്ങളിലും സഞ്ചാരികളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകും. പ്രത്യേകിച്ച് തിങ്കൾ, വെള്ളി, ശനി ദിവസങ്ങളിലൊക്കെയാണ് പൊതുവിൽ ഈ ജോലി സംബന്ധമായും ഒക്കെ കൂടുതൽ ആളുകൾ പുറത്തിറങ്ങുകയും യാത്ര ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ മറ്റു ദിവസങ്ങളിൽ ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലൊക്കെ എണ്ണം കുറവായിരിക്കും. ഞായർ പൊതുവെ അവധി ദിവസമാണ് സംസ്ഥാനത്ത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും കൃത്യമായ കണക്ക് ഉണ്ടാകണമെന്നില്ല. പക്ഷേ 8 മുതൽ 11 ലക്ഷം വരെ ആളുകൾ സൗജന്യ യാത്ര ഓരോ ദിവസവും പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് ഇപ്പോഴത്തെ കണക്കുകൾ. ഇനി നമ്മൾ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിൽ, അതായത് 8 ലക്ഷം മുതൽ 11 ലക്ഷം വരെ യാത്രികർ സൗജന്യ യാത്ര നടത്തുമ്പോൾ സംസ്ഥാന സർക്കാരിന് ഈ സൗജന്യ യാത്രയിലൂടെ നഷ്ടമാകുന്നത് ഒരു ദിവസം ഏതാണ്ട് 2.25 കോടി മുതൽ 2.75 കോടി രൂപ വരെയാണ്. ഏകദേശ കണക്ക് അനുസരിച്ച് 1 മാസത്തിലേക്ക് പോകുമ്പോൾ 75 കോടി മുതൽ 80 കോടി രൂപ വരെ പ്രതിമാസം സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ട വരുമാനത്തിൽ ഇടിവുണ്ടാകുന്നു എന്നതാണ് ഇപ്പോഴത്തെ പ്രാഥമികമായ കണക്ക്. ഈ കണക്കാണ് ഇനി ഔദ്യോഗികമായി KSRTCയിൽ നിന്ന് വരേണ്ടത്. ഇവിടെയാണ് പ്രിയ പ്രേക്ഷകരെ നേരത്തെ സൂചിപ്പിച്ച ഒരു കണക്ക്. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ 600 കോടി രൂപ മാത്രമാണ് വകയിരുത്തിയിട്ടുള്ളത്. അതായത് 80 കോടി രൂപയാണ് 1 മാസത്തെ ചെലവ് എങ്കിൽ 10 മാസം തന്നെ 800 കോടി രൂപ സംസ്ഥാന സർക്കാർ പുറത്തുനിന്ന് കണ്ടെത്തേണ്ടതായി വരും. KSRTCക്ക് നൽകിക്കൊണ്ട് മാത്രമേ ഈ വനിതകളുടെ സൗജന്യ സഞ്ചാരം പ്രായോഗികമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 600 കോടി രൂപ സർക്കാർ വകയിരുത്തുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത്. സ്വാഭാവികമായും നമുക്ക് ഇനിയും മനസ്സിലാക്കേണ്ടത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ സഹായം KSRTCക്ക് ലഭിക്കേണ്ടതായി വരും എന്നുള്ളതാണ്. ആ വിശദാംശങ്ങൾ ഞാൻ പിന്നീട് പങ്കുവയ്ക്കാം.
ഈ ഒരു മാസ കാലയളവിൽ സംസ്ഥാനത്ത് വലിയ തോതിൽ സ്ത്രീകളിൽ ഈ യാത്രയ്ക്ക് സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ സ്ത്രീകൾ ഓർഡിനറി ബസ്സുകളെ ആശ്രയിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 വീലറുകളിൽ അടക്കം യാത്ര ചെയ്തിരുന്ന നിരവധിയായ സ്ത്രീകൾ ബസ് യാത്രയിലേക്ക് മാറിയിട്ടുണ്ട്. ചെറിയ വരുമാനം ലഭിച്ചിരുന്ന സ്ത്രീകൾ കൂടുതലായി ചെറിയ വരുമാനത്തിന് സ്വകാര്യ സ്ഥാപനങ്ങളിലടക്കം ജോലിക്ക് തയ്യാറാകുന്നുണ്ട്. കാരണം അവർക്ക് വണ്ടിക്കൂലി ലാഭിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം സർക്കാർ തന്നെ ചില ചിട്ടി പോലെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു. അതായത് ഒരു സ്ത്രീക്ക് ദിവസം 50 രൂപ ബസ് കൂലി ലാഭിക്കാൻ പറ്റുമെങ്കിൽ സ്വാഭാവികമായും 1000-ലധികം 1500ഓളം രൂപ ഏതാണ്ട് ലാഭിക്കാൻ പറ്റും. അതുപയോഗിച്ച് ചിട്ടി കൂടുക, അങ്ങനെയൊക്കെയുള്ള പുതിയ ആശയങ്ങൾ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അവിടെ വലിയ സ്വീകാര്യത ലഭിക്കുമ്പോഴും സ്വകാര്യ ബസ് ഉടമകൾ പ്രതിസന്ധി നേരിടുന്നു എന്നതാണ് കണക്കുകളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, കേരളത്തിലെ തന്നെ KSRTC ബസ്സുകളുടെ സർവീസിന്റെ കണക്കുകൾ നേരത്തെ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. അതിൽ തിരുവനന്തപുരം, കൊല്ലം പോലെയുള്ള ജില്ലകളിൽ വലിയ തോതിൽ KSRTC സർവീസ് നടത്തുന്നുണ്ട്. മറ്റ് ജില്ലകളിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലേക്കൊക്കെ എത്തുമ്പോൾ അവിടെ ഏതാണ്ട് പൂർണ്ണമായും സ്വകാര്യ ബസ്സുകളാണ്. എന്നാൽ കോഴിക്കോട്, അതുപോലെ തന്നെ കൊച്ചി പോലെയൊക്കെയുള്ള ഇടങ്ങളിൽ സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഏതാണ്ട് സമ്മിശ്രമായി സർവീസ് നടത്തുന്നുണ്ട്. ഇത്തരം മേഖലകളിൽ സ്വകാര്യ ബസ്സുകൾ വലിയ തോതിൽ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ് സ്വകാര്യ ബസ് ഉടമകളുടെ വാദം. അങ്ങനെ സ്വകാര്യ ബസ് വ്യവസായം തന്നെ പ്രതിസന്ധിയിലാവുകയും സംസ്ഥാനത്ത് ഇതിനോടകം തന്നെ ഏതാണ്ട് 800ഓളം ബസ്സുകൾ നഷ്ടത്തിലായി സർവീസുകൾ നിർത്തിവെച്ചു എന്നുമാണ് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടന വ്യക്തമാക്കുന്നത്. ഒരു ദിവസം നേരത്തെ ഒരു ബസ് ഓടുമ്പോൾ ഏതാണ്ട് 10,000 രൂപ മുതൽ 12,000 രൂപ വരെയാണ് ഒരു ദിവസത്തെ കളക്ഷൻ എന്നത്. അങ്ങനെ ഓടിയാൽ മാത്രമാണ് ഒരു ബസ്സിന് ലാഭകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇന്ധന ചെലവുണ്ട്, വാഹനത്തിൽ വരുന്ന ടയർ പോലെയുള്ള തേയ്മാന ചെലവുകളുണ്ട്, ജീവനക്കാർക്ക് നൽകേണ്ട ശമ്പളമുണ്ട്, അതും വാഹനങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഇൻഷുറൻസ്, മറ്റ് ഡോക്യുമെന്റുകളൊക്കെ പുതുക്കുക, അങ്ങനെയുള്ള നടപടിക്രമങ്ങളുണ്ട്. ഇത്തരം ചെലവുകളെല്ലാം കണക്കിലാക്കുമ്പോൾ ഒരു ബസ് ലാഭത്തിൽ ഓടണമെങ്കിൽ ഒരു മിനിമം വരുമാനം ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ പ്രിയദർശിനി സർവീസ് ആരംഭിച്ചത് മുതൽ ഒരു ദിവസം തന്നെ ഏതാണ്ട് 2,000 രൂപ മുതൽ 3,000 രൂപ വരെ കളക്ഷനിൽ ഇടിവ് വന്നിട്ടുണ്ട് എന്നാണ് പല സ്വകാര്യ ബസ് ഉടമകളും പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകൾ ചർച്ചകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രിയദർശിനിക്ക് വലിയ സ്വീകാര്യത ലഭിക്കുമ്പോൾ അത് ഏത് തരത്തിലാണ് സമൂഹത്തിൽ പ്രതിഫലിച്ചിട്ടുള്ളത് എന്നതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.